ഇന്നലത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതുകൊണ്ട് കൊൽക്കത്ത ഓൾമോസ്റ്റ് 99.9% അവർ ടൂർണമെൻറ്റിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞവർക്ക് ഇനി സാധ്യതകളൊന്നും അവശേഷിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് ഒരു സാധ്യതയുള്ളത്. പക്ഷേ അതിനുള്ളൊരു സാധ്യതയില്ല. അതുപോലെ RCB അവർ ഒഫീഷ്യലി ക്വാളിഫൈഡ് ആയിട്ടുള്ള 18 പോയിൻ്റാണ്. എന്നാൽ പോലും ഒരു 17 പോയിൻ്റുമായിട്ട് ഒരു ക്വാളിഫൈ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലും വലിയ മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കുന്ന ആദ്യത്തെ ടീമായിട്ട് RCB മാറിയിരിക്കുകയാണ്. അപ്പോൾ അവശേഷിക്കുന്ന 2 മത്സരങ്ങൾ, അതിൽ ഒരു മത്സരം ജയിച്ചാൽ പോലും അവർക്ക് ടോപ്പ് 1 2 അതായത് ക്വാളിഫയർ 1 കളിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളടക്കമുള്ള ഒരുപാട് ആളുകൾ വിമർശിച്ച ഒരു രീതിയായിരുന്നു RCBയുടെ ഓപ്ഷൻ പ്ലാനും കാര്യങ്ങളൊക്കെ. നമുക്കറിയാം വിൽ ജാക്സനെ വിട്ടുകൊടുത്തതും അതുപോലെ ടിം ഡേവിഡിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കളിയാക്കലും വിമർശനങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കടക്കം RCB അതിനുള്ളൊരു മറുപടി അതുവരെ കളിയിലൂടെ തന്നേക്കാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ് ഫോർ ദി RCB ടീം. അവർ ഒഫീഷ്യലി ആദ്യമായിട്ട് തന്നെ ക്വാളിഫൈ ആയിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും ക്വാളിഫയർ 1 അവർ കളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ഒരു കിരീടം അവർക്ക് ഇതുപോലും കിട്ടട്ടെ. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യമാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അവർ അവസാന മത്സരത്തിൽ ഗുജറാത്തിനോട് തോറ്റു. ഇനി അവർക്ക് 2 മത്സരങ്ങളാണുള്ളത്. നിലവിൽ 14 പോയിൻ്റുള്ള മുംബൈക്ക് ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിച്ചാൽ തന്നെയാണ് ഒരു ക്വാളിഫയർ ചാൻസ് ഉള്ളൂ. ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ടീമുകളുടെ പ്രകടനവും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. എന്തായാലും ഇനിയുള്ള 2 മത്സരങ്ങൾ അവർക്ക് വിജയിച്ചേ പറ്റും. പക്ഷേ ആ 2 മത്സരങ്ങൾ ഒന്ന് പഞ്ചാബായിട്ടും ഒന്ന് ഡൽഹിയായിട്ടുമാണ്. ഇതിൽ 2 ടീമുകൾ വളരെ ശക്തരായ ടീമാണ്. പക്ഷേ ഡൽഹി ആയിട്ടുള്ള മത്സരത്തിൽ ഒരു അല്പ സാധ്യത മുംബൈക്ക് കാണുന്നുണ്ട്. കാരണം ഡൽഹിയുടെ റീസെൻറ്റ് പെർഫോമൻസുകൾ, കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഡൽഹിയുടെ ഒരു കോച്ചിങ് സ്റ്റാഫ് പറഞ്ഞത് KL രാഹുൽ ഓപ്പണിംഗ് പൊസിഷനിലോട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഒരുപക്ഷെ നല്ലൊരു തീരുമാനമാണ്. കാരണം ഓപ്പണിങ്ങിൽ നിലവിൽ സ്ഥിരതയില്ലാത്ത കളിക്കാരും കാര്യങ്ങളൊക്കെയാണ് ഡൽഹിക്കുള്ളത്. നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അവിടെ വരുന്നില്ല. പക്ഷേ KL രാഹുൽ ഓപ്പണിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിൽ ആരെന്നൊരു ചോദ്യമുണ്ട്. കാരണം നിലവിൽ KL രാഹുൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ദുർബലമായൊരു മിഡിൽ ഓർഡർ. സ്റ്റബ്സും KL രാഹുലൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാണിക്കുന്നത്. പക്ഷേ KL രാഹുൽ ഓപ്പണിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ടീമിൻ്റെ മിഡിൽ ഓർഡർ പെർഫോമൻസ് എങ്ങനെയാവും നമുക്കറിയില്ല. ഇനിയുള്ള മുംബൈയുടെ 2 മത്സരങ്ങൾ ഈ ഡൽഹിയായിട്ടും പഞ്ചാബായിട്ടാണ്. 2 മത്സരങ്ങൾ അവർക്ക് വളരെ ക്രൂഷ്യലാണ്, ജയിച്ചേ പറ്റും. ഡൽഹിക്കും വളരെ ടൈറ്റായിട്ടുള്ള മത്സരങ്ങളാണ്, ഷെഡ്യൂൾസാണ് ഇനിയുള്ളത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം വിജയിച്ചാൽ തന്നെ അവർക്ക് ഓൾമോസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കും. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അല്പം ക്രൂഷ്യലാണ്. അപ്പോൾ ഡൽഹി മുംബൈ മത്സരം തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും ഒരു വീറും വാശിയും ഉള്ളൊരു മത്സരമായിട്ട് മാറാൻ പോകുന്നത്. പേപ്പറിൽ സാധ്യത അല്ലെങ്കിൽ നിലവിൽ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് സാധ്യത മുംബൈക്ക് തന്നെയാണ്. പക്ഷേ കളത്തിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, എന്തും മാറാം. ഇനിയുള്ള 2 മത്സരങ്ങൾ അവർ ക്രൂഷ്യലാണ്. അപ്പോൾ മുംബൈ ആരാധകർക്ക് ആ മത്സരങ്ങളൊന്നും മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ആ മത്സരങ്ങൾ കാണുക. ഇത് നെക്സ്റ്റ് ഗുജറാത്തിൻ്റെ കാര്യമാണ്. ഗുജറാത്തും ഇതുപോലെ വളരെ സേഫായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് 3 മത്സരങ്ങൾ ഇനി ബാക്കിയുണ്ട്. അതിലൊരു മത്സരം വിജയിച്ചാൽ പോലെ ഒരു ക്വാളിഫയർ 1 ഓൾമോസ്റ്റ് ഉറപ്പിക്കും. വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു സിറ്റുവേഷനിലാണ് ഗുജറാത്ത് നിലയിലിരിക്കുന്നത്. അവർക്ക് ഇനിയുള്ള 3 മത്സരങ്ങളിൽ 2 മത്സരം ഒന്ന് LSG ആയിട്ടും ഒന്ന് ചെന്നൈ ആയിട്ടുമാണ്. അപ്പോൾ താരതമ്യേന അവർക്ക് കീഴടക്കാൻ അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധ്യതയുള്ളത് ഈ 2 ടീമുകളായിട്ടാണ്. പിന്നെ ഒന്ന് ഡൽഹി ആയിട്ടാണ്. ഡൽഹി എന്തായാലും അവർ മാക്സിമം ഇതിൽ തന്നെ ഇനിയുള്ള മത്സരങ്ങൾ കളിക്കും നമുക്ക് ഉറപ്പാണ്. മാക്സിമം അവരെല്ലാ പ്ലേയേഴ്സും മാക്സിമം എഫേർട്ട് ഇടും. അപ്പോൾ ഡൽഹി ഗുജറാത്ത് മത്സരവും ക്രൂഷ്യലായിരിക്കും. ഡൽഹിക്ക് വിജയിച്ചേ പറ്റുള്ളൂ. ബാക്കി ഇപ്പോൾ LSG സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ്. പക്ഷേ LSGയുടെ നിലവിലെ ഫോമും കാര്യങ്ങളൊക്കെ അല്പം ശോകമാണ്. അതുകൊണ്ട് അവിടെയും ഗുജറാത്തിനാണ് സാധ്യത. പിന്നെ ചെന്നൈ ഗുജറാത്ത് മത്സരം എന്താണെന്ന് കണ്ടറിയാം. അപ്പോൾ ഗുജറാത്തും നിലവിൽ ഭയങ്കര കംഫർട്ടബിളായുള്ള സിറ്റുവേഷനിലാണ്. അവരും ക്വാളിഫയർ 1 ഓൾമോസ്റ്റ് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അടുത്തത് നമ്മുടെ പ്രീതി സിന്ധയുടെ സ്വന്തം പഞ്ചാബാണ്. പഞ്ചാബും അത്യാവശ്യം നല്ല കംഫർട്ടബിളായ സിറ്റുവേഷനാണ്. അവർക്ക് ഇനി 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഒരു മത്സരം വിജയിച്ചാൽ തന്നെ അവർക്ക് 99% പ്ലേ ഓഫ് ഉറപ്പിക്കാം. 2 മത്സരങ്ങളാണെങ്കിൽ ക്വാളിഫയർ 1 അവർ തീർച്ചയായിട്ടും ഉറപ്പിക്കും. 2 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ ഒന്ന് LSG ആയിട്ടാണ്. അപ്പോൾ LSG ആയിട്ട് പഞ്ചാബിന് കുറച്ചുകൂടിയും മേൽക്കൈ ഉണ്ട്. അതുപോലെ മറ്റൊന്ന് രാജസ്ഥാനായിട്ടാണ്. ഈ 2 ടീമുകളായിട്ടും പഞ്ചാബിന് ഈ സീസണിൽ നല്ല ഒരു മേൽക്കൈ ഉണ്ട്. പിന്നെ വരുന്നത് മുംബൈ ആയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ആ മത്സരം തന്നെയായിരിക്കും ഏറ്റവും ഒരു ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ തന്നെയാവാൻ ചാൻസ് ഉണ്ട്. എനിവേ പഞ്ചാബിൻ്റെ ബോളിംഗ് ലൈനപ്പ് അത്ര ഒരു മികവ് കാണിക്കുന്നില്ല ഈ ഒരു എൻ്റെ സീസണിൽ കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ മുംബൈയുടെ ബോളിംഗ് ലൈനപ്പ് അടിപൊളിയാണ്. സോ ആ മത്സരം തന്നെയായിരിക്കും ഭയങ്കര ഒരു ടഫ് ബാറ്റിലുണ്ടാകാൻ പോകുന്നത്. ബാക്കി 2 മത്സരങ്ങളിലും പഞ്ചാബിനാണ് സാധ്യത കാണുന്നത്. എന്നാൽ പോലും LSG അവർക്ക് വിജയിച്ചേ സാധിക്കുകയുള്ളൂ. അവർക്ക് ഇനിയുള്ള 3 മത്സരങ്ങളും ക്രൂഷ്യലാണ്. സോ അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഫൈറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പഞ്ചാബിന് ഒരു മത്സരം വിജയിച്ചാൽ പോലും പ്ലേ ഓഫ് ഉറപ്പിക്കാവുന്നൊരു ഘട്ടത്തിൽ നിലവിൽ RCB അതുപോലെ ഗുജറാത്ത് അതുപോലെ പഞ്ചാബ് ഈ 3 ടീമുകൾക്കാണ് ടോപ്പ് 4 ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പിന്നെ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഡൽഹി ഉണ്ട്, അതുപോലെ തന്നെ മുംബൈ ഉണ്ട്, പിന്നെ LSGയുടെ കേസ് പറയുമ്പോൾ LSGക്ക് ഇനിയുള്ള 3 മത്സരങ്ങളും വിജയിക്കുക തന്നെ വേണം. വിജയിച്ചാൽ പോലും മേ ബി പോയിൻ്റ് സെയിം ആണെങ്കിൽ അവരുടെ നെറ്റ് റൺ റേറ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് IPLൻ്റെ പോയിൻ്റ് ടേബിളിൻ്റെ ഒരു കിടപ്പും അതുപോലെ ഇനിയുള്ള ടീമുകളുടെ സാധ്യതകളും കാര്യങ്ങളൊക്കെ.
അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പ്ലേ ഓഫിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലേയേഴ്സ് കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ അവിടെയും സാധ്യതകൾ, ബാക്കിയുള്ള മത്സരങ്ങൾ ജയിക്കാനുള്ള സാധ്യതകൾ നിലവിൽ നിന്ന് നന്നായി കുറയും. ഇപ്പോൾ ബട്ട്ലറൊക്കെ പോകുമ്പോൾ ഗുജറാത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളം ചേഞ്ച് വരും നമുക്കറിയാം. എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ നടക്കട്ടെ. അപ്പോൾ നല്ല മത്സരങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ബാക്കി മത്സരങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ, വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഇടുക. അപ്പോൾ അതിന്നും നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളും നമ്മൾ കമൻറ്റ് ബോക്സിൽ അതുപോലെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണുക, എന്നിട്ട് ആ പ്രഡിക്ഷൻ എന്താണെന്ന് ആ ചോദ്യം മനസ്സിലാക്കിയിട്ട് അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാരണമാണ്, ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനി അത് തുടരുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്തായാലും താങ്ക് യു ഫോർ